എനിക്കെന്നോട് വല്ലാത്ത വെറുപ്പ് തോന്നുന്നുണ്ട്. എനിക്കറിയാം അമ്മ ഇങ്ങനെ എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. കുറച്ചു സമയം കൊണ്ട് ഒരുപാട് അനുഭവിച്ചു അല്ലേ? സോറി, എല്ലാം എന്റെ തെറ്റാ. ദേവി, എന്തെങ്കിലും ഒന്ന് പറയ്. എന്നെ ചീത്ത വിളിക്കെങ്കിലും ചെയ്യേ. ഒന്നും മിണ്ടാതെയുള്ള ഈ ഇരിപ്പ് എന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുക. അമ്മയും ശാരിയും വലിയ അപകടത്തില. അവര് ശരിക്കും വീട്ടു തടങ്ങില്ല. അച്ഛനാണ് പ്രശ്നം. അവിടെ അവരെ നോക്കാൻ ഒരു ജയിൽ പുള്ളി നിർത്തിയിരിക്കുക. 24 മണിക്കൂറും കാവല. കാർത്തികന്റെ ആളുകളാണോ? ചോദിക്കാനുണ്ടോ? കല്യാണം കഴിയും വരെ ശാരിക്കും അമ്മയ്ക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. ആരോടും ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല. ഫോണൊക്കെ അവരുടെ കസ്റ്റഡിയില. എന്റെ അമ്മയും ശാരിയും ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയില. എന്തായി പറയുന്നേ? ഇന്നത് ജയിലാണോ? ഏതാണ്ട് അതുപോലെ തന്നെയാ. അവര് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ മാരകമായിട്ട് ഉപദ്രവിക്കും. ഏതോ കൊലക്കേസിൽ പെട്ട അകത്തായിരുന്നു. ഇപ്പോ പരോളിലിറങ്ങിയത്. ഒരു ബോൺ ക്രിമിനൽ. എന്തിനാ അമ്മയെ ശാരി അവനെ സഹിക്കുന്നേ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. ഇപ്പൊ തന്നെ പോ. നിക്ക്. ഇപ്പൊ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. കാർത്തികേയൻ ഒന്നും കാണാതെ അവരവിടെ നിർത്തില്ല. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ കുഴപ്പമാവും. എന്തു കുഴപ്പം? അതല്ല നന്ദു, കല്യാണത്തിന്റെ ദിവസം വരെ സൂക്ഷിച്ചു നിന്ന അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അവരെ എതിർത്താലേ ദ്രോഹിക്കും. നന്ദു, ആ ഫോണും തന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ അവരുടെ കയ്യിലല്ലേ? അല്ല, എന്റെ ഫോൺ അച്ഛന്റെ കയ്യിലുണ്ട്. അതിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അമ്മേ, അമ്മേ, നന്ദേട്ടനാ വിളിക്കുന്നേ. നീ ഫോൺ എടുത്തോ? ഇല്ല. ഹലോ നന്ദേട്ടാ. മോളെ, ഞാനാ മോളെ. ചേച്ചി, ചേച്ചി എവിടെയാ? ചന്ദ്രത്താണോ? എന്തായാലും നന്ദേട്ടന്റെ അടുത്ത് എത്തിയല്ലോ. ഇപ്പോഴാ എനിക്ക് ശ്വാസം നേരെയായത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോ എന്താവൂന്ന് അറിയില്ല. അതൊന്നും സാരമില്ല. അവിടെ എങ്ങനെയുണ്ട്? ഞാൻ പോകുന്ന പിന്നെ അവര് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാക്കിയോ? ഇല്ല ചേച്ചി, ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവര് പിന്നെ വലിയ പ്രശ്നത്തിനൊന്നും വന്നില്ല. മോളെ ഇങ്ങതാ. മോളെ, നീ എങ്ങനെ അവിടെ എത്തി? രാത്രി എന്ത് ചെയ്തു? അതൊക്കെ ഞാൻ പിന്നെ പറയാമേ. നിങ്ങളിനി ഒന്ന് നല്ലപോലെ കരുതിയിരിക്കണം. കല്യാണത്തിന്റെ ദിവസം വരെ അവരോട് ഒരു പ്രശ്നത്തിനും പോകരുത്. ഞങ്ങൾ ഒന്നിനും പോകുന്നില്ല മോളെ. പക്ഷേ ഇങ്ങനെ അങ്ങ് തുടർന്നാ അത് കല്യാണത്തിലെ അവസാനിക്കൂ. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്? അമ്മ വിഷമിക്കണ്ട. ആ കല്യാണം നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടത്തില്ല. അതിനു വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം. സമാധാനമായിട്ടിരിക്കെ. ശരി, മോള് സന്തോഷായിട്ടിരിക്കെ. അമ്മേ, ഫോണിങ്ങ് തന്നെ. ചേച്ചി, അവിടെ ചെന്നിട്ട് വിളിക്കണേ.
അച്ഛൻ ഈ ഫോണിന്റെ കാര്യം മറന്നു കാണും. ഇത് ഞാൻ കൊടുക്കില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ശരി മോളെ. ശരി ചേച്ചി. പോവാം. ഇവിടെ ആരും ഇല്ലടി. ബോധലടച്ചിട്ട് എന്തു പരിപാടിയാടി കാണിക്കുന്നേ? എന്താന്ന് ചോദിച്ചിട്ട് മിണ്ടാട്ടോ ഇല്ലടി. നീയൊക്കെ ചത്തുന്നാ ഞാൻ വിചാരിച്ചേ. നീ എന്താടി ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല. എന്താടി നീ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? താടി ഇവിടെ, താടി ഇവിടെ. അമ്മേ നോക്കട്ടെടി, ഇങ്ങോട്ട് തൊരാന്. ആഹാ, അപ്പൊ ഇതാ നിന്റെ പരിപാടിയല്ലേ? അച്ഛന്റെ മുറിന്ന് ഫോൺ അടിച്ചു മാറ്റി. ഓരോടടി കിന്നരിച്ചോണ്ട് നിൽക്കുന്നേ? ഞാൻ ചേച്ചി വിളിച്ചതാ. നിന്റെ മോളെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടി ചാവാൻ നിൽക്കുവാനോടി. പറഞ്ഞ അനുസരണയില്ലോടി. ഇവിടുന്ന് ആരെയും വിളിക്കരുതെന്ന് പറഞ്ഞല്ലോടി. മേലിൽ ഈ ഫോണിൽ നീ തൊട്ടാൽ നിന്റെ കയ്യിൽ ഞാൻ ഇരുമ്പ് പഴിപ്പിച്ച് വെക്കും, കേട്ടോടി? ഇല്ല, മോളിനി ഫോണൊന്നും എടുക്കില്ല. പോയി കുടിക്കാൻ വല്ല എടുത്തോണ്ട് പാടി. ഓടി. അനുസരണയില്ല രണ്ടെണ്ണത്തിനും. ദേവി ഇറങ്ങ്. നന്ദു, പേടിക്കണ്ട, ഞാനല്ലേ ദേവിയെ കൊണ്ടുവന്നേ. ഇറങ്ങിക്കോ. പേടിക്കണ്ട, വാ. നിക്ക്. ഇവളെന്താ ഇവിടെ? അമ്മേ, എന്ത് ധൈര്യത്തിലാ ഇവളെയും വിളിച്ചുകൊണ്ട് നീ ഈ പടി ചവിട്ടിയത്? പറടാ. ഇനി ഒരടി മുന്നോട്ട് വെക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ നിനക്ക്? അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, ആദ്യം ഇവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോണം. അത് നീ ചെയ്യോ അതോ ഞാൻ ചെയ്യണോ? അമ്മേ, ഞാൻ അത് കഴിഞ്ഞു മതി സംസാരം. എങ്കിൽ പിന്നെ കുറച്ചു കാലത്തേക്ക് എനിക്ക് അമ്മയോടൊന്നും സംസാരിക്കാനില്ല. എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞെന്ന്? പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? വിളിച്ചോണ്ട് വന്നത് പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയല്ല. എന്നെ ധിക്കരിച്ച് ഈ വീട്ടിൽ എന്തുമാകാന്നാണോ നിന്റെ വിചാരം? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. അമ്മയെ ധിക്കരിച്ച് ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ദേവി വന്നത് അച്ഛന് വേണ്ടിയാ.
അത് അത്യാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ വിളിച്ചോണ്ട് വന്നത്. ഇതൊരു ധിക്കാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിർത്തടാ. ഇവളെ ഇവിടെ ആർക്കും ആവശ്യമില്ലാന്ന് പറഞ്ഞതല്ലേ ഞാൻ. അത് അമ്മ പറഞ്ഞ പോരല്ല. മതി. പ്രഭ പറഞ്ഞ അതാണ് ഇവിടുത്തെ തീരുമാനം. അതിന് മുകളിൽ ആക്ഷൻ എടുക്കാൻ ഒരുത്തനും ഇവിടെ വളർന്നിട്ടില്ല. അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഇക്കാര്യം നമ്മൾ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞതാ. മരുന്നും ഭക്ഷണവും കഴിക്കാതെ അച്ഛന് എന്തെങ്കിലും പറ്റിയാലും അമ്മയ്ക്ക് അമ്മയുടെ വാശി ജയിച്ചാ മതിയോ? നിന്റെ അച്ഛന് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ആ മനുഷ്യന്റെ ഭാര്യയാ ഞാൻ. അയാളുടെ മക്കളെ പ്രസവിച്ചവളാ. കൈവെള്ളയിൽ എന്ന പോലെ ഇത്രയും കാലം സൂക്ഷിച്ചു പോന്ന ജീവനാത്. ചന്ദ്രോത്ത പ്രഭാവതിയുടെ പാതി പ്രാണനായി എന്റെ ഭർത്താവ്. ആ ജീവൻ ഒന്നും പറ്റാതെ നോക്കാൻ എന്നെ ആരും പഠിപ്പിക്കണ്ട. അതിനെനിക്ക് എവിടുന്നോ കയറി വന്ന ഒരു പെണ്ണിന്റെ സഹായവും വേണ്ട. മനസ്സിലായല്ലോ? അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഞാനും കേട്ടതാ. അത് വെറും ഒരു തോന്നലാ. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ നാവിന്ന് അയാള് പോലും അറിയാതെ വീണുപോയ ഒരു വാക്ക്. ഒരു പാഴ് വാക്ക്. അത്രേ ഉള്ളൂ ഇവള്. സ്വന്തം ഭാര്യയെയും മക്കളെയും അല്ലാതെ എവിടുന്നോ കയറി വന്ന ഇവളെ സിദ്ധു എന്തിനു ഓർക്കണം? എന്തിനിവളുടെ പ്രസൻസ് ആഗ്രഹിക്കണം? സിദ്ധുവിന് ആരാ ഇവള്? സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് എന്ന വലിയ മനുഷ്യനോട് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് യോഗ്യത ഇവൾക്കുള്ളത്? ഞാൻ ഈ പറഞ്ഞതിന് മേലെ എന്ത് അധികാരമായി ഇവൾക്ക് ഈ വീട്ടിൽ? അമ്മേ, എന്താ? ഞാൻ താലികെട്ടിയ പെണ്ണാണ് ഇവളെന്ന് വിളിച്ചു പറയാൻ ഇതിലും നല്ലൊരു അവസരമില്ല. പക്ഷേ ഇപ്പൊ ഞാൻ എന്റെ മനസ്സിനെ അടക്കിയേ പറ്റൂ. എന്റെ ജീവിതത്തെക്കാൾ എനിക്കിപ്പോ വലുത് എന്റെ അച്ഛന്റെ ജീവനാ. പറയടാ, എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? പലതും പറയേണ്ട സമയത്ത് പറയാതെ നാവ് ഇറങ്ങിയതുപോലെ ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. പേടിച്ചിട്ടല്ല, അത് സ്നേഹമുള്ളതുകൊണ്ടാ. എതിർത്തെന്തെങ്കിലും പറഞ്ഞാ അമ്മയ്ക്കത് വിഷമാവല്ലെന്ന് ഓർത്ത്. ഞങ്ങൾ അമ്മയുടെ മക്കള് ഒരുപാട് സഹിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ അത് വേണ്ട. ഇത് അമ്മയോടുള്ള ധിക്കാരമായിട്ടോ എതിർപ്പായിട്ടോ കാണണ്ട. ഇതൊരാവശ്യമാണ്. അച്ഛന് ദേവികയുടെ ഹെൽപ്പ് കൂടിയേ തീരൂ. ഞാനത് കൊടുക്കും. എന്നെ തടയരുത്. ഇവിടെ ആർക്കും ഇവളുടെ ഒരു സഹായവും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി എന്ത് കാണാനടി നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇറങ്ങിപ്പോടി. ഇറങ്ങിപ്പോൻ. ഇറങ്ങാൻ. അമ്മേ, അമ്മ എന്താ ചെയ്യുന്നേ? അമ്മ ഈ കാണിക്കുന്ന മര്യാദയല്ല. എന്റെ മര്യാദ ഇങ്ങനെയാ. ഗുരുത്വം ചിട്ടയും മര്യാദയൊക്കെ ഞാൻ എന്റെ അമ്മയെന്നാ പഠിച്ചത്. ഇതുവരെ ഒട്ടും തെറ്റിക്കാതെ തന്നെയാ ജീവിച്ചത്. പക്ഷെ എന്റെ അച്ഛന് വേണ്ടി ഞാൻ അതൊക്കെ മറക്കും. അത് നമുക്ക് രണ്ടുപേർക്കും നല്ലതല്ല. എന്റെ മനസ്സിൽ ഒറ്റ സ്വപ്നം മാത്രമേ ഉള്ളൂ.
ഒരു ചിന്തയുള്ളൂ. സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് എന്ന എന്റെ അച്ഛൻ. ഈ തറവാടിന്റെ സ്വത്തും പാരമ്പര്യം പ്രശസ്തി ഒന്നും ആ പേരിന്റെ മുകളിലല്ലെന്ന് അമ്മ മനസ്സിലാക്കണം. എന്റെ അച്ഛനാണ് എന്റെ സൂര്യൻ. ആ തേജസ് എനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിന് പരിധി വെച്ച് ഇനി അമ്മ എന്നെ തടയാൻ നോക്കരുത്. ദേവികേ, വാ. വാ. ദേവി, വരാനല്ലേ പറഞ്ഞേ? വാ, വരാൻ. അച്ഛാ, ഞാൻ വന്നു. മരുന്നൊക്കെ കഴിക്കാൻ വാശിയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? മരുന്ന് കഴിക്കണ്ടേ അച്ഛാ? മരുന്ന് കഴിച്ചാലല്ലേ അസുഖം ഭേദമാവുള്ളൂ. കരയണ്ട. മരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാതെ കിടന്ന എങ്ങനെ അച്ഛാ? അതെല്ലാവർക്കും സങ്കടാവില്ലേ? അച്ഛൻ എത്രയും വേഗം ഇവിടുന്ന് എഴുന്നേക്കുന്നത് കാണാൻ കാത്തിരിക്കുക എല്ലാരും. ഇപ്പൊ കൊടുക്കേണ്ട മരുന്ന് വല്ലതും ഉണ്ടോ? ആ ഉണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, കഴിച്ചില്ല. എവിടെയാ, ഒന്ന് എടുക്കോ? ആ. ഞാൻ മരുന്ന് തന്നാ കഴിക്കില്ലേ അച്ഛാ? ദാ, ഈ ടാബ്ലറ്റാ കഴിക്കാനുള്ളത്. അച്ഛാ, ആ ഈ ടാബ്ലറ്റ് കഴിക്ക്. ആ വെള്ളം മതിയോ അച്ഛാ?
അച്ഛൻ ഫുഡ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, ചായ പോലും കുടിച്ചിട്ടില്ല. ചായ ഇങ്ങ് എടുത്തോളൂ, ഞാൻ കൊടുക്കാം. ആ. അച്ഛാ, ചായ തരാം, കുടിച്ചോണേ. കുറച്ച് കഴിയുമ്പോ ഫുഡ് എന്തെങ്കിലും തരാം കേട്ടോ. ദേവി, ഇതാ. അച്ഛാ, ആ ആ ആ സിസ്റ്റർ നീ പൊക്കോളൂ. ദേവി ഉണ്ടല്ലോ ഇവിടെ, ഞാൻ ജാനകിയെ വിളിച്ച് പറഞ്ഞോളാം. ഞാനത് ചോദിക്കാൻ തുടങ്ങായിരുന്നു. ദേവികയും സാറുമായിട്ട് നല്ല സിങ്കാണ്. ഇനി എനിക്കിവിടെ റോളില്ല. മതി അച്ഛാ. ദേവിക, മെഡിസിൻസ് നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞുതരാം. ആ അച്ഛാ, അച്ഛൻ ഹാപ്പിയല്ലേ? അമ്മയായിട്ട് നല്ലപോലെ ഉടക്കേണ്ടി വന്നു. വിളിച്ചോണ്ട് വന്നപ്പോഴും അനുവാദമൊന്നും ചോദിച്ചില്ല. ഇനിയിപ്പോ ഇതിന്റെ ബാക്കി എന്തൊക്കെ കലാപങ്ങളാ ഉണ്ടാവാൻ പോകുന്നതെന്നും അറിയില്ല. അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാൻ സഹിച്ചോളാം. അച്ഛൻ ഹാപ്പിയായല്ലോ, എനിക്കത് മതി.